വേഷത്തിൽ പല പല മുഖങ്ങളിൽ നമ്മൾക്ക് ഓരോരോ നടന്മാരെയും കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദിലീപേട്ടന്റെയും നമ്മളുടെ ഹൃദയം കീഴടക്കി ഒരുപാട് സിനിമകളുടെ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു നടനാണ് നമ്മളുടെ സ്വന്തം, നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത, അതുപോലെ തന്നെ വില്ലൻ വേഷങ്ങളായിക്കോട്ടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ ക്യാരക്ടർ നൽകിക്കൊണ്ട് നമ്മളുടെ ഒപ്പം തന്നെയുള്ള ഇന്ദ്രൻ ചേട്ടാ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നമ്മളുടെ ഈ ഒരു ആൽബത്തിൽ നമുക്ക് പാട്ട് പാടിയിട്ടുള്ളത് വിജയ്, അതുപോലെ തന്നെ ഉണ്ണി വേണോൻ സർ ആൻഡ് നജീം അർഷാദും ഇവിടെ എത്തിയിട്ടുണ്ട്. നജീമിനെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നജീമിന്റെ ഒരുപാട് പാട്ട് നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ഈ ഒരു ആൽബത്തിലും നജീം പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നായികയായിട്ട് നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ മൂവിയിൽ തന്നെ കണ്ടു. ഈ ഒരു ആൽബത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അനായാസമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ തന്നെയാണ് വീണ്ടും എന്ന് പറഞ്ഞ ഈ ഒരു ആൽബം. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാർ ലിറിക്സ് ചെയ്തതിന് വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നിവിടെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. പുള്ളി നല്ല രീതിയിൽ അസുഖബാധിതനായിട്ട് ആശുപത്രിയിലാണുള്ളത്. സോ പെട്ടെന്നൊരു റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിനെ കൂടി വളരെ കാര്യമായിട്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ നമ്മളിവിടെ ഓർക്കുകയാണ്. അപ്പൊ അദ്ദേഹം നമ്മളുടെ എല്ലാവരും കൂടെ എത്തിച്ചേരാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അസുഖം വളരെ സീരിയസ് ആയതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മള് ഇതിൽ തിരിയിട്ടിരിക്കുന്ന 9 എണ്ണമാണ്. അതുകൊണ്ട് എല്ലാവരെയും ഈ സ്റ്റേജിലേക്ക് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് കേരള പ്രഭ അവാർഡ് കൈവരിച്ചിട്ടുള്ള ഒരാള് നമ്മളുടെ കൂടെ ഉണ്ട്. ഭുവനേശ്വരി മാമിനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഭുവനേശ്വരി മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായി. നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു റീസെന്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫുഡ്. അതും ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ്. ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന പല ഇഷ്യൂസിനും പകുതിയും കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് അവാർഡ്സ് മേടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഭുവനേശ്വരി മാം. നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കാം മാഡത്തിന്.
പ്രിയപ്പെട്ട അതിഥികളെ, ഇത്തരം പാട്ടുകൾ റിലീസ് ചെയ്യാൻ പറ്റിയ ഈ ദിവസത്തെ ഓർമ്മിപ്പിച്ച് ഇന്നിവിടെ മുഖ്യാതിഥിയായ ശ്രീ ദിലീപ്, മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹൃദയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങളുടെ ഒരുപാട് വിലയേറിയ സമയം ചെലവാക്കി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. ഈ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുതി അതിന് പ്രേരണയായവരോടും പ്രയോജനമായി മാറിയവരോടും പ്രോത്സാഹിപ്പിച്ചവരോടും ഒക്കെ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. മറ്റൊന്ന്, ഞാനെപ്പോഴോ ഒരു പാട്ടിൻ്റെ പല്ലവി എഴുതി രഞ്ജൻ രാജിനെ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഏതാണ്ടൊരു മിനിറ്റുകൾക്കകം തന്നെ ഒരു മനോഹരമായ ട്യൂണിൽ തിരിച്ച് എനിക്ക് പാടി അയച്ചു തന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പക്ഷേ ഇന്ന് ആ രഞ്ജൻ രാജ് ശാരീരികമായി വളരെ അസ്വസ്ഥനായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെന്ന് പറയുന്നത് ഞാൻ വളരെ ഖേദപൂർവ്വം ഓർമ്മിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ ഈ എന്തെങ്കിലും ഈ സമയത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും പറയാം എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. നമുക്കിനി CD ലോഞ്ച് ചെയ്യുന്ന ചടങ്ങിലേക്ക് കടക്കാം. അപ്പം ദിലീപ് ഏട്ടൻ ഇന്ന് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന് ആ ഒരു CD കൈമാറിക്കൊണ്ട് വീണ്ടും എന്ന ആൽബം നമ്മളുടെ മുൻപിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. അങ്ങനെ 15 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു തിരിച്ചുവരവ്, ആ ഒരു പ്രണയ ദിവസത്തിൽ തന്നെ ഈ ഒരു പ്രണയത്തിന്റെ തിരിച്ചുവരവ് നമ്മൾക്ക് ആഘോഷിക്കാനുള്ള ദിവസം കൂടിയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം പകർന്നുകൊണ്ട് തീർത്ത ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും പോവുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു പ്രണയത്തിന്റെ തിരിച്ചുവരവ് നമ്മൾക്ക് ആഘോഷിക്കാം. പക്ഷെ അതിനു മുൻപായിട്ട് ദിലീപേട്ടനാണ് ഇന്ന് ആദ്യത്തെ നമ്മളുടെ വീഡിയോ സോങ് ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വാലന്റൈൻസ് ഡേ. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ ഈ ഫംഗ്ഷനിലേക്ക് ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വിജയേട്ടനോടും ഈസ്റ്റ് കോസ്റ്റിനോടും ഇതിൻ്റെ മറ്റുള്ള സംഘാടകരോടുമായി തന്നെ നന്ദി അറിയിക്കുകയാണ്. വിജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം മിമിക്രി കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കയെ വെച്ചിട്ടും ലാലേട്ടനൊക്കെ വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും GCCയിൽ എല്ലായിടത്തും പല ആൾക്കാർ ഷോ ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയേട്ടന് മാത്രമാണ്. അന്ന് വിജയേട്ടന് ശേഷം വിജയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബായിയാണ് പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് വരാൻ. ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ വിജയേട്ടൻ്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർമ്മിച്ച ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ മൈ ബോസ്. ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹമൊക്കെയാണ് വിജയേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അത് അന്നും ഇന്നും എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ശരിക്കും പറയുമ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വാക്കുകൾ ഇത് വിജയേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ നമുക്ക് തോന്നുന്ന പോലെയാണ്. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് നിനക്കായി, ആദ്യമായി, സ്വന്തം, ഇനി എന്തു, ഇങ്ങനെ ഓരോ വേർഡുകൾ ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പൊ വിജയേട്ടനെ കാണുന്നത്. കാരണം ഈ മനുഷ്യരിൽ ഇത്രയധികം പ്രണയമുണ്ടോ? കാരണം പലവിധ ചിന്തകൾ അതിനുള്ള വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. ഇന്ന് അത് വിജയേട്ടന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ആയിരിക്കണം തോന്നുന്നത്. കാരണം അതുമാതിരി അത് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണത്തില് കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇവിടെ പറയണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവൊന്നുമല്ല. അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേർഷൻ, ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം, ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീൽ അത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത്. ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ്. അതിന് പ്രായമില്ല. അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ. പ്രണയം എന്ന് പറയുന്നത് എന്തിനോടുമാവാം. മനുഷ്യനോട് മാത്രമല്ല പ്രണയം. അത് പലർക്കും പല രീതിയിലാണ്. ഇപ്പൊ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ഫംഗ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം. കാരണം മൈ ബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫംഗ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജയേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ അത് നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാം. വീണ്ടും വലിയ ചരിത്രമാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. വെൽക്കം. അങ്ങനെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തിരിച്ചു വന്ന കൂട്ടത്തിൽ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം, അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. രണ്ടുപേരും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർക്കും കാര്യങ്ങളും? എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ കൂടെയുള്ള വർക്ക്? സാറൊക്കെ പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. ശരിക്കും സാറെങ്ങും പോയിട്ടില്ല, സാർ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കുന്ന എല്ലാ സോങ്സും ഓൾമോസ്റ്റ് നല്ല സോങ്സ് സാറിന്റെ ആണ്. സാറ് വാങ്ങി വെച്ചിട്ടുള്ള പാട്ടുകൾ വരെ സാറ് നോക്കിയും കണ്ട് ബുദ്ധിപൂർവ്വം വാങ്ങി വെച്ചിട്ടുള്ള പാട്ടുകളാണ്. അത്രയും ഗംഭീര സോങ്ങുകളാണ് സാറിന്റെ ഈസ്റ്റ് കോസ്റ്റിന്റെ ഉള്ളിലുള്ളത്. താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സാറിന്റെ ഒരു ക്രിയേഷനിൽ ഞങ്ങൾക്കൊരു ചാൻസ് തന്നതിൽ വളരെ ഹാപ്പിയാണ്. ഇത്രയും നല്ല സദസ്സിൽ ദിലീപേട്ടന്റെ മുന്നിൽ ഞാൻ ഡിഫോ ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദിലീപേട്ടൻ ഇങ്ങനെ വന്ന് ഞങ്ങൾ അവിടെ സൈഡിലിരിക്കുമ്പോൾ ദിലീപേട്ടൻ സ്റ്റേജിലൊക്കെ വന്നിട്ട് പോവും. അപ്പോഴൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ, പക്ഷെ ഓർത്തിരിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ ലാസ്റ്റ് അമ്മ അവാർഡ്സിൽ ഞാൻ ദിലീപേട്ടനെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രസന്ന മത്സരം കൂടി നമ്മള് ഖത്തറിൽ വെച്ചിട്ട് ഓമൻ അതൊക്കെ റീക്രിയേഷൻ ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ട് അവിടെ. അപ്പോൾ വീണ്ടും ചേട്ടനെ കണ്ടതിൽ സന്തോഷം. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓൾമോസ്റ്റ് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ എല്ലാവരും എനിക്ക് കുറേ ആൾക്കാരെ അറിയാം. എടുത്തു പറയുന്നത് എല്ലാവരും അറിയാം, ഏതെങ്കിലും വഴിയിലാണെങ്കിൽ എനിക്കറിയാം. സോ വളരെ സന്തോഷം. ഇനി ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഫസ്റ്റ് തന്നെ എനിക്ക് വിജയൻ സാറിനോട് വലിയൊരു താങ്ക്സ് പറയണം. കാരണം നമ്മൾ ലൈക്ക് വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ ആളുടെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തതിന് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കും അതേപോലെ വിഷ്ണു ചേട്ടനും. പിന്നെ സാറിന്റെ കോള് വന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങള്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ മീറ്റ് ചെയ്യാം എന്നുള്ള രീതിക്ക്. പിന്നെ ഇത്രയും ഞാൻ കണ്ടു വളർന്ന വലിയ ആക്ട്രസ് വലിയ ആൾക്കാരുടെ മുന്നിൽ എനിക്ക് ഇതേപോലെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് സാർ തന്നൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.
പിന്നെ ഈ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാർ ആക്ച്വലി എൻ്റെ ഒരു ഗുരുവിനെ പോലെയും കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം സാറിൻ്റെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ആൽബം ചെയ്തപ്പോൾ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു പെട്ടെന്നാണ് നമ്മുടെ ഷൂട്ട് തീർന്നു പോയത്. അതിൻ്റെ ഒരു വിഷമം ഉണ്ട്, കാരണം എല്ലാവരുമായിട്ടും കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതല്ലാതെ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ഐ എം ഹംബിൾഡ് ആൻഡ് ഹോണേർഡ് ടു be standing here in front of great personalities. Thank you so much. എല്ലാവർക്കും നമസ്കാരം. വിജയേട്ടൻ്റെ ഇവിടെ തന്നെ നിലനിൽക്കുന്ന വിജയേട്ടൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാൾ, എത്രയോ വർഷം, 4-4.5 പതിറ്റാണ്ട് കൊണ്ട് കേൾക്കുന്ന പേരാ ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. ഗൾഫ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് ഷോ, മമ്മൂക്ക സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ടുണ്ട്, ലാലേട്ടൻ പോയിട്ടുണ്ട്. അവിടുത്തെ അന്ന് വീഡിയോ കാസ്റ്റിലേക്കാണ് ഈസ്റ്റ് കോസ്റ്റ്. പിന്നീട് കുറെ പാട്ടുകൾ, നല്ല പാട്ടുകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രണയം ഒരു മഴയായിട്ടൊക്കെ ഇത് ആദ്യമായി നിനക്കായി ഓർമ്മിക്കായി നല്ല പേരുകളിലൂടെ, നല്ല വരികളിലൂടെ വിജയേട്ടനും ഈസ്റ്റ് കോസ്റ്റും മലയാളികളുടെ പ്രിയങ്കരായി മാറി. ഞാൻ വിജയേട്ടനോടൊപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു, അതായത് വിജയേട്ടന് ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും കൈവിടില്ല. എനിക്ക് മലയാള സിനിമയിൽ വിജയേട്ടൻ ഒരിക്കലും എന്നെ കൈവിടരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം വിജയേട്ടൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടാവണം. കാരണം വിജയേട്ടൻ്റെ ഒരു കരുതൽ, വിജയേട്ടൻ്റെ ഒരു കെയർ, വിജയേട്ടൻ്റെ ഒരു വളരെ നല്ല ഒരു ഡീലിങ്, നമ്മളൊരു വർക്കിന് വന്ന് കൃത്യമായി തീർത്ത് വിടുക എന്നൊക്കെ പറയുന്ന ഒരു അരച്ചടക്കം വിജയേട്ടനുണ്ട്. കൂടെ നടത്തുന്ന ക്രൂവിനെയൊക്കെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിജയേട്ടൻ്റെ കുറച്ചു കാലമാണെങ്കിൽ വിജയേട്ടൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. വിജയേട്ട വീണ്ടും എന്ന് പറയുന്ന ഇന്നത്തെ ഫംഗ്ഷനും ഈ പ്രോഗ്രാമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിജയേട്ടൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. കള്ളന ഭഗവതിയുടെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ഇവിടെ പറയണ്ടെന്ന് വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, എന്തോ ഒരു ആത്മബന്ധം വിജയേട്ടനായിട്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നും. അങ്ങനെയാണ് എനിക്കും. ഞാനും ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലിയിലെ ഒരു മെമ്പർ പോലെയാണ്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ വീണ്ടും എന്ന് പറഞ്ഞ ഈ ആൽബം, അതിൽ സോങ്ങിൽ പറഞ്ഞ വരികൾ പോലെ വീണ്ടും പ്രണയ സ്വപ്നങ്ങൾക്ക് കൂട്ടുവന്നു എന്ന് പറഞ്ഞ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മലയാളികളോടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. മലയാളികളുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് വീണ്ടും കൂട്ടുവന്നിരിക്കുകയാണ് ഈസ്റ്റ് കോസ്റ്റ്. വിജയേട്ടൻ എവിടെയും പോയിട്ടില്ല. 15 വർഷം മുമ്പ് ആൽബം ചെയ്തത് പിന്നെ ഇപ്പോഴാണ് ചെയ്യണമെന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് സിനിമകൾ ചെയ്തു. അതിലൊരെണ്ണത്തിൽ ഞാൻ ഉണ്ടായി. അടുത്തതിലും ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീണ്ടും ടീമിന് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും വീണ്ടും ഒരുപാട് പ്രൊജക്റ്റുകൾ വിജയേട്ടൻ്റെ വഴിയിലൂടെ വരട്ടെ. അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ബഹുമാന്യ സദസ്സിന് നന്ദി. വിജയൻ സാറിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുപാട് നാളായി. ആദ്യമായിട്ട് ഗൾഫ് നാടുകളിൽ പേടിക്കാതെ പോകാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ്. വലിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ ഭാഷയിലുമുള്ള വലിയ വലിയ നടന്മാരെ പങ്കെടുപ്പിച്ച് ഷോ നടത്തുന്ന ഒരാളാണ്. ആ കൂട്ടത്തിലൊക്കെ കയറിപ്പറ്റി ഒരു ഷോയിൽ പങ്കെടുക്കാന്ന് വെച്ചാൽ എല്ലാ കലാകാരന്മാരുടെയും വലിയ ആഗ്രഹമാണ്. അങ്ങനെ വളരെ നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണവും നല്ല റിഹേഴ്സലും ഒക്കെ തന്ന് നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് രണ്ടല്ല ഒത്തിരി സ്റ്റേജുകളിൽ വളരെ നിലപാടുകളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹത്തിൻ്റെതാണ്. പ്രസംഗം എന്തെങ്കിലും എഴുതി തന്നാലോ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അദ്ദേഹം എഴുതി തന്നാൽ അതിലൊരു വാക്ക് പോലും തെറ്റിയാൽ അങ്ങനെ വിടുകയൊന്നുമില്ല. ഇതെൻ്റെ ഷോയാണ്, ഞാൻ തീരുമാനിക്കും എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ആദ്യമൊക്കെ 2ാമത്തെ പ്രാവശ്യം ഒരു ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ ഓരോ ഐറ്റവും ചെയ്തിട്ട്
ആദ്യ സ്റ്റേജ് കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും ഏത് ഐറ്റം ചെയ്തപ്പോഴാണ് താണത്, ഇപ്പൊ ഏത് ആദ്യം ഇടാം എന്നൊക്കെ തീരുമാനിക്കും. അപ്പൊ ഇടയ്ക്ക് മാറ്റുമ്പോൾ നമ്മളെ കൂട്ടത്തില് കോമഡി സ്കിറ്റൊക്കെ ചെയ്യുന്നതിൽ ഒരു കൂട്ടുകാരൻ ഒന്ന് പിണങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ആദ്യമാകുമ്പോഴേ കയറുള്ളൂ, അത് താണു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതിൽ ഞാനും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഈ പ്രധാന ആളിനെ ഞങ്ങളൊന്ന് പിരിയേറ്റി വിട്ടു. പറ സാറിൻ്റെ അടുത്ത് പറ, ഇത് ആദ്യം കളിക്കാന്ന് പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. അയാളൊന്നങ്ങ് ഇളയി. ഷോ കഴിഞ്ഞ് നമ്മൾ ബസ്സിലിങ്ങനെ 2-3 ബസ്സുകൾ ആഡംബരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സാറ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. വണ്ടി നിർത്തി. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു, ഫ്രണ്ടിലെ വണ്ടി കയറിക്കോളൂ. മൈക്കിൽ കൂടെ വന്നു. അദ്ദേഹം ഇറങ്ങിയ ഫ്രണ്ടിലെ വണ്ടി കയറി പോയി. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ എത്തുന്ന സമയത്ത് പിന്നെ അറിഞ്ഞത് ഈ നടൻ കൊച്ചിയിലെത്തിയെന്നാണ്. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് അതേപടി നടക്കണമെന്ന് വാശിയുള്ള ആളാണ്. അത് നമുക്കും ഒരു പാഠമാണ്. പല കാര്യങ്ങളിലും വലിയ ഉത്സാഹിയാണ്. നമുക്ക് മടിച്ചിരിക്കാൻ തോന്നത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ചുറുചുറുക്കും സ്നേഹവും ഇച്ഛാശക്തിയും ഒക്കെ ഇനിയും അങ്ങനെ തന്നെ ഈ രംഗത്ത് തുടരട്ടെ. എല്ലാ ആയുരാരോഗ്യവും നടന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ടവരും നമസ്കാരം. പ്രിയപ്പെട്ട നമസ്കാരം. വിജയ് സാർ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഈസ്റ്റ് കോസ്റ്റ്. അപ്പോൾ അതിൽ ഈസ്റ്റ് കോസ്റ്റിലേക്ക് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും വിജയൻ സാർ രചിച്ചിട്ടുള്ള ഒരു പാട്ട് ആദ്യമായിട്ടാണ് പാടുന്നത്. അതും വളരെ മനോഹരമായ ഗാനമാണ്. അപ്പം താങ്ക് യു സാർ എന്നെ ക്ഷണിച്ചതിൽ. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ നിർവഹിച്ചത് രഞ്ജിൻ രാജാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. ആസ് എ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജൻ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നതിലും സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. വിജയേട്ടനെ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായിട്ടുള്ള ബന്ധമാണ്. അന്നും ഇന്നും ഇടയ്ക്കിടയ്ക്ക് ഓരോ പണക്കം വഴക്ക് പറയും, ഞാൻ വിളിച്ച് സോറി പറയും, വീണ്ടും ഞങ്ങൾ കോംപ്രമൈസ് ആവും. അപ്പം ഇപ്പം എനിക്ക് വിജയൻ ചേട്ടനോട് ഈ ഒരു വേദിയിൽ വെച്ച് നന്ദി പറയണം. എൻ്റെ ആദ്യത്തെ പ്രണയത്തിൻ്റെ കാരണം വിജയൻ ചേട്ടനാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പുള്ളി എഴുതിയൊരു പാട്ട് എൻ്റെ അതുകൊണ്ട് എഴുതിക്കൊണ്ട് കൊടുത്ത് ഞാൻ വളച്ചിട്ടുണ്ട്. അത് എനിക്ക് 2003 എന്തോആണ് അത്. പിന്നീട് എനിക്ക് തോന്നി ഇപ്പം രഞ്ജിൻ്റെ ആഴ്ച ഇപ്പം കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ രഞ്ജിൻ നാളത്തെ ഓൺലൈൻ ന്യൂസ് രഞ്ജിൻ എന്തോ സീരിയസ് അസുഖമാണെന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല, വീട്ടിൽ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഞാൻ വിളിച്ചതേ ഉള്ളൂ. അവന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ പടത്തിൻ്റെ തന്നെ വർക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ പാട്ടുകളൊക്കെ തന്നെ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിരുന്നു. മനോഹരമായ പാട്ടുകൾ, കുറേ നാളിന് ശേഷമുള്ള ഒരു നൊസ്റ്റാൾജിയ, പഴയ സ്കൂൾ പ്രണയം, കോളേജ് പ്രണയമൊക്കെ തിരിച്ചുകൊണ്ട് തന്നു. വിജയേട്ടാ നന്ദി. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇത് റിലീസാവുന്ന സമയത്ത് ഒരുപാട് പേരുടെ സ്റ്റാറ്റസുകളും റീൽസും ഇതായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. ഇതിൻ്റെ ക്യാമറ രതീഷേട്ടൻ ആദ്യത്തെ സിനിമ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ മോക്ഷ ഇതിൽ പാടിയെന്ന് അറിഞ്ഞു. അപ്പം എല്ലാം കൊണ്ടും വളരെ പ്രിയപ്പെട്ട ആളുകൾ ഒരുമിക്കുന്ന ഒരു വർക്ക്. അപ്പം ആശംസ. താങ്ക് യു മച്ച്. ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാൻ കാര്യം എൻ്റെ നാട്ടുകാരനാണ് വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടൻ്റെ ഈ പുതിയ ആൽബത്തിന് എല്ലാ ആശംസകളും നേരുന്നു. പണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ CD-കളും കാസറ്റുകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ദിലീപ് പറഞ്ഞ പോലെ വിജയൻ ചേട്ടനെ പണ്ട് മുതലേ ഇങ്ങനെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ചേട്ടനെ അന്ന് മുതലുള്ള പരിചയമാണ്. 10-40 വർഷമായി ഞാനും സിനിമയിൽ അതിനു മുമ്പേ ഉള്ളതായിട്ടാണ് എൻ്റെ ഈ പുറത്തും രാജ്യത്തോട്ടുള്ള പരിപാടികൾക്കൊക്കെ. ഏതായാലും നന്ദി, നമസ്കാരം വിജയൻ ചേട്ടാ. വീണ്ടും നല്ല രീതിയിൽ വീണ്ടും ഉണ്ടാകട്ടെ, വരട്ടെ. നന്ദി. വിജയേട്ടൻ്റെ മനോഹരമായ ലിറിക്സ്, മനോഹരമായ സംഗീതം രഞ്ജിൻ രാജൻ്റെ. വിജയേട്ടൻ ഇതിനൊപ്പം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനോട് ഇടപെടയ്ക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിരിക്കുന്ന വരികളാണ് ആദ്യം നമ്മളിവിടെ കണ്ട അതിൻ്റെ വിഷ്വൽസ്. സത്യത്തിൽ ആ ഗാനം എന്താണോ അതിൻ്റെ വരികളിൽ കൂടി സൂചിപ്പിക്കുന്നത്
അത് അദ്ദേഹം എടുത്തു വച്ചിട്ടുണ്ട്. മനോഹരമായിരിക്കും. സത്യത്തിൽ എല്ലാവർക്കും ഒന്നും പറയുന്നില്ലല്ലോ. അവരുടെ സൈലൻ്റ് റിയാക്ഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് വിജയേട്ട. കൺഗ്രാജുലേഷൻ. എല്ലാ ഗാനങ്ങളും കൊള്ളാം. ഇതുവരെ കണ്ട ഗാനങ്ങളെല്ലാം നല്ല ഗാനങ്ങളാണ്. ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകാൻ പോകുന്ന ഈസ്റ്റ് കോസ്റ്റിൻ്റെ 15 വർഷത്തിന് ശേഷമുള്ള ഒരു ആൽബമായിരിക്കും. ഇതിനകത്ത് മോക്ഷ ഇതിനകത്ത് പാട്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യത്തിൽ മോക്ഷ അങ്ങനെ ഒരു പാട്ട് പാടുന്ന ആളാണെന്ന് അറിയില്ല. ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നത് മോക്ഷയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ ഇടയ്ക്ക് മോക്ഷയെ വെച്ച് ഒരു ആഡ് ഫിലിം ചെയ്തിരുന്നു. എന്താണ് ഈ പെൺകുട്ടിയെ മലയാള സിനിമ ഇനിയും സ്വീകരിച്ച് കയറ്റിയിരുത്താത്തത് ഞാൻ ആലോചിക്കുക. അതിമനോഹരമായി അവർ അഭിനയിക്കും. കൃത്യനിഷ്ഠ. കറക്റ്റ് സമയത്ത് സെറ്റിൽ വരും, പറയുന്ന സമയം വരെ നിൽക്കും. അപ്പോൾ അവരെയൊക്കെ കൂടി ചേർത്ത് ചെയ്ത ഈ ആൽബം എന്തുകൊണ്ട് വിജയേട്ടൻ്റെ ഒരു പീലി കൂടി തുന്നി ചേർക്കുകയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും എന്നെ ഇവിടെ വിളിച്ചതിന് 2 വാക്ക് സംസാരിക്കാൻ സമയം തന്നതിന് നന്ദി അറിയിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.